ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്തേ. ഇന്ന് വൈശാഖ മാസം ആരംഭമാണ്. വൈശാഖം വിഷ്ണുപ്രിയം എന്നാണ് പൊതുവെ പറയാറ്. ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം, ഭഗവാനെ സാക്ഷാത്കരിക്കാനായും കൊണ്ട് ഭക്തന്മാർക്ക് ഏറ്റവും സുലഭമായിട്ടുള്ള സമയം. അതാണ് വൈശാഖത്തിൻ്റെ പ്രത്യേകത. വൈശാഖത്തിൽ ഭഗവൻ നാമം ഉച്ചരിക്കുക, ഭഗവത് കഥകൾ പറയുക, കേൾക്കുക, അതേപോലെ ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുക, ഭഗവാനെ ഓർത്തും കൊണ്ട് ദാനങ്ങൾ ചെയ്യുക, അതേപോലെ ഭഗവത് ക്ഷേത്രങ്ങൾ ദർശിക്കുക. ഇതിനൊക്കെ വിശേഷമായിട്ട് മഹാത്മ്യം പറയുന്നുണ്ട്. നമുക്കറിയാം, ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ എത്ര ഭക്തജനങ്ങളാണ് ഈ വൈശാഖ മാസത്തിൽ ഭഗവാനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ഓടി വരാറെന്ന് നമുക്ക് അറിയണതാണ്. അപ്പോൾ ആ ഭഗവാന് അത്രയും പ്രിയപ്പെട്ട ഈ സമയത്ത് എന്താണ് ഭഗവാനായി കൊണ്ട് സമർപ്പിക്കുക? ഒരുപാട് ചിന്തിച്ചു. എന്തെങ്കിലും ഒന്ന് വൈശാഖത്തിൽ പ്രത്യേകമായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായി. എന്താണ് ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കാൻ സാധിക്കുക എന്ന് ഒരുപാട് ചിന്തിച്ചു. അങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് മനസ്സിലേക്ക് വന്നത്, ഭഗവാന് സമർപ്പിക്കാൻ ഞാൻ ആളല്ല. വിന്ധ്യാവലി പറഞ്ഞ പോലെ ഭഗവാൻ തന്നെ തന്നത് ഭഗവാൻ തന്നെ സമർപ്പിക്കുക, അത്രേ ചെയ്യണുള്ളൂ. അല്ലാണ്ട് എൻ്റേതായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു കഴിവോ അല്ലെങ്കിൽ ഭഗവാന് കൊടുക്കാനായിട്ട് എന്തെങ്കിലോ അതൊന്നും എൻ്റെ കയ്യിലില്ല. ഈ ശരീരം ഉൾപ്പെടെയുള്ള സകലതും ഭഗവാൻ തന്നെ തന്നതാണ്. ഭഗവാന് തന്നെ അവകാശമുള്ളതാണ്. എനിക്ക് യാതൊരു അവകാശവും ഇല്ല അതിൻ്റെ മേൽ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എന്തെങ്കിലും ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുക? അങ്ങനെ ചിന്തിച്ചപ്പോൾ അപ്പോഴും മനസ്സിലേക്ക് വന്നു, ഇനി എന്ത് സമർപ്പിച്ചാലും വേണ്ടില്ല. ഈ ഒരു ബോധത്തോടു കൂടി എന്ത് നമ്മളുടെ മനസ്സിലേക്ക് സാധിക്കുമോ ആ രീതിയിൽ അത് സമർപ്പിച്ച് എന്തായാലും വേണ്ടില്ല. ആ ഗീതയിൽ പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. പത്രം പുഷ്പം ഫലം തോയം യോമി ഭക്തിയാ പ്രയച്ഛതി. എന്ത് തന്നാലും വേണ്ടില്ല, അത് ഞാനല്ല കൊടുക്കണമെന്നുള്ള ഭാവത്തിൽ ഭക്തിയോടുകൂടി ഒരു മഞ്ചാടിക്കുരു കൊടുത്താലും ഭഗവാൻ അത് പ്രിയാണ്, ഭഗവാൻ അത് പ്രത്യേക ഇഷ്ടമാണെന്ന് ഭക്തന്മാരുടെ കഥകൾ എത്രയോ നമ്മൾ കേട്ടിരിക്കുന്നു. അപ്പോൾ അത് മാത്രമേ വേണ്ടുള്ളൂ. എനിക്ക് എന്ത് ഭഗവാന് വേണ്ടി ചെയ്യാൻ സാധിക്കും? എനിക്ക് അറിവില്ല, ജ്ഞാനമില്ല, എനിക്ക് മന്ത്രങ്ങൾ ചൊല്ലാൻ അറിയില്ല, നാമം ഉച്ചരിക്കാൻ അറിയില്ല, കീർത്തനങ്ങൾ പാടാനുള്ള കഴിവില്ല, പൂജ ചെയ്യാനുള്ള അറിവില്ല. ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ യാതൊരു വിഷമവും വേണ്ട. നമ്മുടെ മനസ്സുകൊണ്ട് അറിഞ്ഞുകൊണ്ട് എന്ത് ഭഗവാന് ആ ഭക്തിയോടുകൂടി സമർപ്പിക്കുകയാണ്. ഞാൻ എന്നുള്ള ഭാവം അവിടെ മാറ്റി വെച്ചും കൊണ്ട് എനിക്കുള്ളതെല്ലാം ഭഗവാന്റെയാണ്, ഭഗവാൻ തന്നത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, അത് ഞാൻ ഭഗവാന്റെ കാൽക്കൽ തന്നെ സമർപ്പിക്കുകയാണ് എന്നുള്ള ബോധത്തോടു കൂടി സമർപ്പിക്കുകയാണെങ്കിൽ ഭഗവാൻ അത് സന്തോഷത്തോടു കൂടി വാത്സല്യത്തോടു കൂടി ഭഗവാൻ സ്വീകരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അങ്ങനെ ആ ഭഗവാനിൽ തന്നെ മനസ്സ് ഉറപ്പിച്ചും കൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ് തോന്നിയത്, ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട കഥകൾ അല്ലെങ്കിൽ പുരാണങ്ങളിൽ ഒന്നാണ് ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവതത്തിനെ ശരിക്കും പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്നാ പറയുക, ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപം. ദ്വാപരയുഗത്തില് ആ ഭഗവാൻ സ്വധാമഗമനം ചെയ്തതിന് ശേഷം ഭഗവാനെ കാണാൻ എന്താ മാർഗം, പ്രത്യക്ഷത്തിൽ കാണാൻ എന്താ മാർഗം എന്ന് ഭക്തന്മാർക്കൊരു സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗവത ഗ്രന്ഥത്തിനെ പറയുന്നുണ്ട് പ്രത്യക്ഷ കൃഷ്ണ സ്വരൂപമാണെന്നാണ് പറയുക. ഭാഗവതത്തിലെ ഓരോ കഥകളും ആ ഭക്തി വർദ്ധിപ്പിക്കുന്ന കഥകളാണ് അല്ലേ. ഭാഗവതം ഭഗവാന്റെ മുൻപിൽ സമർപ്പിക്കുക എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നപ്പോൾ ഭാഗവതത്തിൻ്റെ വ്യാപ്തി, എൻ്റെ അറിവിൻ്റെ കുറവ്, അവിടെ വരുന്ന ലിമിറ്റേഷൻ, സമയത്തിൻ്റെ ആ ലിമിറ്റേഷൻ, ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചപ്പോൾ അതിന് സാധിക്കുമോ എന്നും സംശയമായി. അപ്പോൾ ഭഗവാൻ തോന്നിച്ച പോലെ തോന്നി, കഥകൾ അധ്യായങ്ങൾ, സംസ്കൃതത്തിലുള്ള അധ്യായങ്ങൾ ഉച്ചരിച്ച് സമർപ്പിക്കാൻ സാധിച്ചില്ല എന്നുവെച്ചാൽ ഒരു പക്ഷേ കഥകൾ സമർപ്പിക്കാൻ സാധിക്കും വെച്ചാൽ അങ്ങനെ ആയാലും മതി എന്ന് മനസ്സിൽ തോന്നിപ്പിച്ചു. ഇനി കഥകൾ പറയാനുള്ള അറിവുണ്ടോ എന്നാണെങ്കിൽ ഇല്ല കേട്ടോ. ഭഗവാൻ മനസ്സിൽ തോന്നിപ്പിക്കണത് ആ ഭഗവാന്റെ തന്നെ ഇച്ഛയനുസരിച്ച് നാവുകൊണ്ട് പുറത്തേക്ക് വരുന്നത് അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകം യാതൊരു അറിവോ കഴിവോ ഒന്നുമില്ല. എന്നാലും ഇത് പിന്നെയും ഒരു പക്ഷേ ശ്രമിച്ചാൽ നടക്കും എന്നൊരു ആത്മവിശ്വാസം ഭഗവാൻ മനസ്സിൽ തോന്നിപ്പിച്ചത് കാരണം അങ്ങനെ ഒരു ഉദ്യമം ഈ വൈശാഖ ദിനത്തിൽ ആദ്യത്തെ ദിവസമായിട്ടുള്ള ഇന്ന്, നാളെ അക്ഷയ തൃതീയയാണ്, നമുക്കറിയാം വളരെ വിശിഷ്ടമായിട്ടുള്ള ദിവസമാണ്. നാളെ മുതൽ നമുക്ക് ആ ഭാഗവതത്തിലെ കഥകൾ ഓരോന്നായിട്ട് ഭഗവാന്റെ മുൻപിൽ ആ ഭാഗവത ഗ്രന്ഥത്തിലുള്ള ആ വ്യാപ്തി, നമുക്കറിയാം 12 സ്കന്ധങ്ങളാണ് ഉള്ളത്. അതിനെ ആ 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസമാണ് വൈശാഖ മാസം ഉള്ളത്. ഇപ്പം നാളെ തുടങ്ങിയിട്ട് ജൂൺ 6 വരെയാണ് വൈശാഖ മാസം ഉള്ളത് എന്നാണ് എൻ്റെ വിശ്വാസം. ആ ദിവസങ്ങൾക്കുള്ളിൽ
ആ ഭാഗവത ഗ്രന്ഥത്തിലെ കഥകൾ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതിനനുസരിച്ച് ചെറിയ രീതിയിൽ എളിയ കഴിവനുസരിച്ച് സജ്ജനങ്ങളുടെ ഓരോരുത്തരുടെയും അനുഗ്രഹം പ്രാർത്ഥിച്ചും കൊണ്ട് ആ പറഞ്ഞ് സമർപ്പിക്കാൻ, ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതിന് ഭഗവാൻ തന്നെ അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ കൂടെ മനസ്സിൽ തോന്നിയ ഒരാശയമാണ്, ഇതിനു മുൻപ് ഒരു ചോദ്യോത്തരി എന്നുള്ള രീതിയിൽ ഒരു സംഭവം തുടങ്ങിയാലോ എന്ന് മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അത് എങ്ങനെയുള്ള ചോദ്യങ്ങളാവണം, എന്താവണം വിഷയം എന്നൊന്നും വ്യക്തമായിട്ട് മനസ്സിലേക്ക് തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു ആശയം മനസ്സിൽ വന്നപ്പോൾ എനിക്ക് തോന്നി, ഓരോ ദിവസവും കഥ പറയണതിനനുസരിച്ച് പിറ്റേ ദിവസം അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യം, ആ ചോദ്യത്തിന് കമൻസിൽ മറുപടി തരാം. എന്നിട്ട് ആ ഉത്തരങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഓരോ ചോദ്യത്തിനും ശരിയായിട്ടുള്ള ഉത്തരം കമൻസിൽ അറിയിക്കാം. അതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ അന്ന് പറയുന്ന കഥയിൽ, അന്ന് രാവിലെ ചോദിച്ച ചോദ്യത്തിന് വൈകുന്നേരം പറയുന്ന കഥയിൽ ഉത്തരം പറയുന്നതാണ്. അപ്പോൾ ആ ശരിയായിട്ടുള്ള ഉത്തരം ആരൊക്കെയാണോ പറയുന്നത് അവരുടെ പേരുകൾ എഴുതി വെക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ ഈ 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസവും വൈശാഖ മാസം ഉടനീളെ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായിട്ടുള്ള ഉത്തരം ആരാണോ പറയുന്നത് അവർക്ക് ഈ ഭഗവാന്റെ ആ ഒരു മുഖത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭഗവാന്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയ ഒരു സമ്മാനം അല്ലെങ്കിൽ ആശീർവാദം എന്നുള്ള അർത്ഥത്തിൽ എന്തെങ്കിലും ഒരു സമ്മാനവും കിട്ടുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ ചോദ്യങ്ങൾ ചോദിക്കും, അതിൻ്റെ ഉത്തരം, അതിൻ്റെ കൂടെ നിങ്ങളുടെ പേര്, മുഴുവൻ പേര്, അതേപോലെ സ്ഥലം, ഈ 3 കാര്യങ്ങളും വ്യക്തമായിട്ട് എഴുതുക. അപ്പോൾ ആ പേര് നോട്ട് ചെയ്യണതാണ് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ. അതിനുശേഷം ഒന്നിലധികം ആൾക്കാർ എല്ലാ ഉത്തരങ്ങളും ശരിയായിട്ട് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈവായിട്ട് തന്നെ നറുക്കെടുത്തിട്ട് അതിൽ ആരുടെയാണോ പേര് വരുന്നത് അവർക്ക് സമ്മാനം അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ മനസ്സിലുള്ള ആഗ്രഹമാണ്, ആശയങ്ങളാണ്. അത് വിജയകരമായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ആ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കണം. ഇതിനെ ഒരിക്കലും ഒരു മത്സരമായിട്ട് കരുതാതിരിക്കുക. നമ്മൾ ആ ഭഗവത് ചിന്ത കഴിവതും മനസ്സിലുണ്ടാവാൻ, ഈ വൈശാഖ മാസത്തിൽ ഭഗവത് ചിന്ത ഉണ്ടാവാൻ, ഭഗവത് കഥകളിൽ ശ്രദ്ധ ഉണ്ടാവാൻ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത്. എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ. തൽക്കാലം വ്യാഴാഴ്ചകളിലുള്ള ആ നാരായണീയ കഥ തൽക്കാലത്തിന് നിർത്തിവെക്കുന്നതാണ്. ശനിയാഴ്ചകളിലായിട്ട് തുടങ്ങി വെച്ചിട്ടുള്ള ഇംഗ്ലീഷിലുള്ള വീഡിയോ, അത് 2 വീഡിയോ ഇപ്പോൾ ഇതുവരെ ആയിട്ടുള്ളൂ. അത് കാരണം ഇപ്പം തന്നെ നിർത്തണ്ട എന്നുള്ളത് കാരണം അത് കണ്ടിന്യൂ ചെയ്തു വരും. പക്ഷേ നാരായണീയം സമർപ്പണം നമ്മൾ വ്യാഴാഴ്ചകളിലായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ തൽക്കാലത്തിന് ഒന്ന് നിർത്തിവെക്കുകയാണ് വൈശാഖ മാസത്തിൽ. പകരം നമുക്ക് ഈ ഭാഗവത കഥകൾ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ ഭഗവാൻ നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും സഹായവും സഹകരണവും അനുഗ്രഹവും ഈ ഒരു സംരംഭത്തിനും ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ആ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് സാധിക്കുന്നത് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി ആരംഭിക്കുകയാണ്. ഹരേ കൃഷ്ണ.